ഇത് നമ്മുടെ ഫിനാൻഷ്യൽ ഐത്തേട്ടൻ. അപ്പം നമ്മുടെ ഷോറൂം ഇതാണ്. അപ്പം നമ്മളിപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങാതെ ഇപ്പം ഈ വണ്ടിക്കകത്തുള്ള പെർസെൻറ്റേജ് ഞാൻ ട്രിപ്പ് ഇട്ടായിരുന്നു. ഏകദേശം 265 കിലോമീറ്റർ ഉണ്ട്, 99% ഉണ്ട്. അപ്പം നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ഒരു എക്കോയിൽ ഇട്ട് നോക്കാം. എക്കോയിൽ ഇടുമ്പോഴത്തേക്കും ഏകദേശം 279 കിലോമീറ്റർ ആയിട്ടുണ്ട്. മാപ്പൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിരുന്നുണ്ട്. ഏകദേശം നമുക്ക് കസ്റ്റമറുടെ അടുത്ത് അപ്പോയിൻമെൻ്റ് ഉള്ളത് ഒരു 3 മണിക്കൊക്കെയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറും. അപ്പം ഇത് എനിക്കൊന്ന് ഫാസ്റ്റസ്റ്റ് റൂട്ടാന്ന് തോന്നുന്നു. ഏകദേശം 1:44 നമ്മൾ എടുത്തു. അപ്പോൾ ഇത് ഏറ്റുമാനൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മുടെ ഷോറൂമിൽ ജസ്റ്റ് മാറിയേ ഉള്ളൂ. ഈ വണ്ടി ഇപ്പം 107 കിലോ വാട്ടിലാണ് പോകുന്നത്. ഏകദേശം 98%. ഞാനിത് ഒരു 100% ഉള്ള സമയത്ത് ട്രിപ്പ്, 100 അല്ല 99% ഉള്ള സമയത്ത് ഞാൻ ട്രിപ്പ് ഇട്ടാണ്. ഓക്കെ, എന്തായാലും ഞാനിന്ന് ഇച്ചിരി എ സി ഒക്കെ ഇച്ചിരി പിശുക്കി ഇട്ടൊക്കെയാണ് പോകുന്നത്. കാരണം എനിക്കിന്ന് മാക്സിമം ചാർജ് ചെയ്യാതെ തന്നെ തിരിച്ചു വരണം. എന്തിനാ നമ്മൾ ഫാസ്റ്റ് ചാർജ് ചെയ്ത പൈസ വേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഏറ്റുമാനൂരിൽ നിന്ന് ഒരു 1-2 കിലോമീറ്റർ ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്കുള്ള ഒരു ഗോവൈസിയുടെ ചാർജിങ് സ്റ്റേഷനാണ്. ഈ ചാർജിങ് സ്റ്റേഷനിൽ ഞാൻ മിക്കപ്പോഴും വരുന്നതാണ്. ഇതുവരെ എനിക്കൊരു ട്രബിള്, ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു ചാർജ് കയറാതിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഗോയിസിയുടെ ചാർജിങ്ങിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് ആയിട്ട് 12 രൂപ അടുത്താണ് ഒരു യൂണിറ്റിന് വരുന്നത്. അപ്പോൾ ഒരു 13 രൂപ കൂട്ടിക്കുക. എല്ലാ ടാക്സിലും അങ്ങനെ ഒരു 12 അല്ലെങ്കിൽ 13 രൂപ വരുമായിരിക്കും. ഏറ്റുമാനൂരിൽ നിന്ന് പാലാതൊഴുവ അങ്ങനെ വല്ലതും പോകുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റുമാനൂർ 2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നയരയുടെ ഒരു പമ്പുണ്ട്. ആ പമ്പിൻ്റെ അടുത്ത് തന്നെ ഗോയിസിയുടെ ചാർജിങ് സ്റ്റേഷനുണ്ട്. ഈ 79% കൊണ്ട് 79%, ഏകദേശം 21% കൊണ്ട് നമ്മൾ 62 കിലോമീറ്റർ ഓടിച്ചു. ഇനി ഇതിൻ്റെ പുറത്തെ കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഈ വണ്ടി എന്തുമാത്രം ഹൈറ്റിലായിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ ഇത്രയും അതൊക്കെയാണ്. അത് എനിക്ക് വന്ന് നമ്മുടെ മേലുകാവോ ആ ഭാഗമൊക്കെ ആയിരിക്കും. കറക്റ്റായിട്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്നാലും അത്രയും താഴെ നിന്നാണ് കയറി വന്നത്. ഇത് കണ്ടോ, വണ്ടിയുടെ കിടക്കുന്നുണ്ടോ. നമുക്കിനി ഒരു 50 കിലോമീറ്റർ കൂടെ ഉണ്ട്. 50 ഇല്ലെന്ന് തോന്നുന്നു, ഒരു 40 കിലോമീറ്റർ കൂടെ ഉണ്ട് കസ്റ്റമർ അടുത്ത്. നമ്മളിപ്പോ ശരിക്കും കാട്ടിക്കൂടെ കേട്ടോ വണ്ടി ഓടിക്കുന്നത്. പക്ക കാടാ. ഉയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. അന്യ ഫീലാണ് ഇതുവഴി ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും. ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഡാമിന്റെ വ്യൂ ഒക്കെ കാണാം കേട്ടോ. ഡാമിന്റെ ഏരിയയൊക്കെയാണ് കേട്ടോ. ഈ ഒരു അടിപൊളി റൂട്ടാണ് കേട്ടോ. കിടിലൻ റൂട്ടാണ് ഈ റൂട്ട്. നമ്മളങ്ങനെ ചെറുതോണി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. കസ്റ്റമറെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കസ്റ്റമർ ഇപ്പോൾ വരാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വണ്ടിക്കകത്തുള്ള ചാർജ് എന്ന് പറയുന്നത് ഏകദേശം 66% കൂടെ ഇനി ബാക്കി റിമൈനിങ് ഉണ്ട്. 168 കിലോമീറ്റർ കൂടെ വണ്ടി ഇനി റൺ ചെയ്യും. ഞാൻ പോവാം സാർ, ഇപ്പം തന്നെ പോവാം. ബ്രേക്കൊക്കെ അത്യാവശ്യം പവർഫുള്ളാണ്. 58% ചാർജ് ഉണ്ട്. ഇനിയിപ്പം 112 കിലോമീറ്റർ ഈ പറഞ്ഞ നമ്മുടെ എന്താ പറയുന്നത് ഇത്ര ശതമാനത്തിൽ നമുക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പം ഷോറൂമിൽ ചെല്ലണം. ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാനുള്ളത്. കസ്റ്റമർ ഇപ്പം പോയതേ ഉള്ളൂ. സാറ് ആളൊരു എക്സ് മിലിറ്ററി ആണ്. സാറിൻ്റെ ഒത്തിരി സ്റ്റോറീസൊക്കെ എന്നോട് പറയുമായിരുന്നു. ഭയങ്കര ശരിക്കും ഒന്ന് ഞെട്ടി.
ബോർഡറിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ഒത്തിരി എന്താ പറയുന്നത് ഒത്തിരി ബഹുമാനമുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മളിപ്പോൾ ഉള്ള ആൾക്കാർ ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ കുഞ്ഞ് സ്റ്റോറിയൊക്കെ എന്നോട് പറഞ്ഞു തന്നു. നമ്മൾ ഈ പട്ടണക്കാരിങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ പറയും തള്ളാന്ന്, പക്ഷെ സാറിൻ്റെ സ്റ്റോറി ഭയങ്കര സംഭവമായിരുന്നു. എനിവേ എന്തായാലും കസ്റ്റമർക്ക് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് കൊടുത്തു. കസ്റ്റമർ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. വണ്ടി ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരാളുടെ നമ്പറും കൂടെ ഞാൻ റെഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടായാലും വിളിച്ച് ചോദിക്കാറ്. അപ്പം ഞാൻ ഇവിടുന്ന് നേരെ ഷോറൂമിലോട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഷോറൂമിൽ ചെല്ലുമ്പോൾ എത്ര പേഴ്സൻ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എൻ്റെ വേണ്ട തേമുട്ടായി അല്ലേ പോവാ. നമ്മൾ പതുക്കെ പോവാ. എറണാകുളത്തൊക്കെ 95 കിലോമീറ്റർ, തൊടുപുഴയ്ക്ക് 40 കിലോമീറ്റർ. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞു. ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞപ്പോൾ കിലോമീറ്റർ ആണ് ഈ കാണിക്കുന്നത്. അങ്ങനെ ഞാൻ ഫൈനലി ഷോറൂമിലെത്തി. നമ്മൾ ഏകദേശം 63% ഏകദേശം 200 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. ആ വണ്ടിക്ക് ഒരു 140 കിലോമീറ്റർ ആണ് ഇനി ബാക്കി മിച്ചമുള്ളത്. അപ്പം 37% 140 കിലോമീറ്റർ ഓടിക്കുന്ന അടുത്ത് കാണിക്കുന്നത്. അത് 100 കിലോമീറ്റർ ഓടിയാൽ പോലും ആ വണ്ടിക്ക് ഏറെക്കുറെ 300 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു ഗുഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചത് ഭയങ്കര ഫോറസ്റ്റ് ഏരിയ കൂടെയാണ് വണ്ടി ഓടിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുക്കിയാണ് പോയത്, പ്രോപ്പർ ഇടുക്കിയാണ് പോയത്. ആ ഫോറസ്റ്റ് കയറിയിട്ടാണ് ഇടുക്കി പോയത്. അപ്പോൾ ആ ഒരു റൂട്ടിൽ ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് 300 കിലോമീറ്റർ ആ വണ്ടിക്ക് റേഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ നോർമൽ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് ആ വണ്ടിക്ക് ഏകദേശം ഒരു 350 കിലോമീറ്റർ റേഞ്ച് കിട്ടും. പിന്നെ വേറെ കാര്യമുണ്ട്, ഞാൻ AC ഇല്ലാതെ ഓടിച്ച്. പക്ഷേ ഞാൻ ഏകദേശം ഒരു 100 കിലോമീറ്ററോളം ഞാൻ AC ഇട്ട് ഓടിച്ചു. 100 അല്ല, ഒരു 80 കിലോമീറ്ററോളം ഞാൻ AC ഇട്ട് ഓടിച്ച്. ഒരു 120 കിലോമീറ്റർ ഞാൻ AC ഇല്ലാതെ ഓടിച്ചു. കസ്റ്റമർക്ക് കൊടുത്തപ്പോഴും ഞാൻ ഇവിടുന്ന് ഒരു രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് AC ഒക്കെ ഇട്ടതാണ് വണ്ടി ഓടിച്ചത്. കാര്യം രാത്രിയിൽ AC ഇടാൻ ഓടിക്കാൻ പറ്റത്തില്ല. കാര്യം മിസ്റ്റ് ഫോഗ് പിടിക്കും പിന്നെ വിൻഷീൽഡിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വണ്ടിക്ക് ഏകദേശം ഈ ഒരു റേഞ്ചൊക്കെ തന്നെ ഉണ്ട്. അപ്പം വണ്ടി എടുക്കാൻ ആൾക്കെല്ലാം പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ സ്ഥലം വരുന്നത് ഏറ്റുമാനൂരാണ്. ലെക്സോൺ ടാറ്റയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സമയം ഇപ്പോൾ 7:45. ഇനിയിപ്പോൾ വീട്ടിൽ പോകണം.